സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ മുംബൈയിൽ വന്നിട്ട് ഊബർ അല്ലെങ്കിൽ ഓല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടാക്സി സർവീസ് ട്രൈ ചെയ്യുകയാണ്. ചെറിയ കിലോമീറ്റേഴ്സിനാണ് സംഭവം നടക്കുന്നറിയത്തില്ല, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇതൊരു പരീക്ഷണ ശ്രമമാണ്. നടന്നാൽ നമുക്കൊന്ന് അല്ലേ എക്സ്പ്ലോർ ചെയ്യാം. 65 രൂപ. ഓക്കെ, 65 രൂപയ്ക്ക് ഊബർ ടാക്സി ഉണ്ട്, 3 minutes away. ഇതൊരു വെറൈറ്റി ട്രൈ ആണ്. ഇന്ന് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടി വിഷ്ണു ട്രൈ ചെയ്തു. ഇത് അടുത്ത ഒരു സിസ്റ്റം ട്രൈ ചെയ്യാണ്. ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് ഇതൊന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും. ഇത് കുറേ നേരം കൊണ്ട് കടയും കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിക്കവാറും ഇത്രയും ദൂരം കാരണം ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. വേറെ പലരുടെയും ഫോട്ടോകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കുകയാണോ എന്ന് ഡൗട്ട്. നമുക്ക് എന്തായാലും ചെറിയ ക്യാബിന്, ചെറിയ ഓട്ടത്തിന് ഇത് ഈ സംഭവം വിളിച്ചാൽ ശരിയാണോ ഇല്ലയോ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെ അറിയാൻ പറ്റും. ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 23 രൂപയാണ് മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ. 23 രൂപ കൊടുത്താൽ നമുക്ക് നിസ്സാരമായിട്ട് ഓട്ടോയിൽ പോകാം. കാറ് വിളിച്ചാൽ ഇത്തരം ഊബർ സർവീസിൽ എത്ര ആകും എന്നാണ് നമുക്ക് അറിയേണ്ടത്. 5 മിനിറ്റ് നോക്കാം. അത് കഴിഞ്ഞ് കിട്ടിയില്ല നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. സുഹൃത്തുക്കളെ, മനസ്സിലാക്കിക്കോണം, ഈ പരിപാടി ഇവിടെ നടക്കുകയില്ല, ഈ ചിലവിടെ വേഗയില്ല. ചെറിയ ഓട്ടത്തിനൊക്കെ, ഇത്രയും ചെറിയ ഓട്ടത്തിനൊന്നും ഒരിക്കലും ഊബർ കിട്ടത്തില്ല. അങ്ങനെ അവർ അണേബിൾ ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഓല വെച്ച് നോക്കാൻ പോവാണ്. മറ്റവരുടെ കൂട്ട് തന്നെ അവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ അഗെയിൻ, നോ കൂൾ ക്യാബ് റൈഡ്സ് അവൈലബിൾ നൗ. സൺസെറ്റ് സൂപ്പറാണ്. ഈ ലൊക്കേഷനിൽ അടിപൊളിയാണ്. കണ്ടോ എന്ത് രസമുണ്ട് സ്ഥലം കാണാൻ. ഇപ്പം പ്രത്യേകിച്ച് ഇത്തരം ഐക്കോണിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ അസ്തമയം കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ. അടിപൊളി. ക്രോമ എ ടാറ്റ എൻ്റർപ്രൈസ്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് കാണാൻ സൂപ്പറാണ്. ചെറിയ വ്യത്യാസമുണ്ട് ഓരോ പ്രതിമയ്ക്കും കേട്ടോ. ചെറിയ വ്യത്യാസങ്ങൾ, ഓരോന്നിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും മുകളിലത്തെ പ്രതിമ ഫസ്റ്റിരിക്കുന്ന ഡോക്ടർമാരുടെ സിമ്പിൾ പോലിരിക്കുന്നു. എന്തൊക്കെയോ പ്രതിമകളാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് കേട്ടില്ലേ സുഹൃത്തുക്കളെ? സർ HC ഡിൻഷോ ബിൽഡിംഗ്. അതിൻ്റെ രൂപം നോക്കിയ സുഹൃത്തുക്കളെ, എന്നാൽ ബ്യൂട്ടിഫുള്ളായി. എത്ര ദൂരം കവർ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞ ആ പ്രതിമ ഇതാണ്. ഓരോ പ്രതിമയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഹെർമിസ്. കിട്ടി മോനെ. ഒരു കാറ് കിടപ്പുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. CST चलोगे? कितना है? कितना दोगे? वो मीटर इधर कोई जाता नहीं है, लेकिन मैं चल रहा हूँ तो मिनिमम कितना देना है? कितना देना है? 40 दे देना. വെറും 40 രൂപയ്ക്ക് കാറിൽ പോകാമെന്ന്. കാറിലേക്ക് ഞങ്ങൾ ചാടിക്കയറി. കിട്ടിയ ലാക്കിൽ സമയം നഷ്ടപ്പെടുത്താതെ ക്യാമറ ഓണാക്കി പിടിച്ച് ഞാനുമുണ്ട് പുറകിൽ. ഇടയ്ക്ക് പുള്ളി ക്യാമറയിൽ നോക്കി എന്ത് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. केरला से आए. वहाँ तो कांग्रेस जीती ना? है कांग्रेस जीता. हाँ केरला में नहीं. പുള്ളി ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് കരുതി കർണാടകയെക്കുറിച്ച് ഹിന്ദിയിൽ തള്ളുകയാണ്. തള്ളൽ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ വിഷ്ണു കട്ടയെ കൂടെ പിടിച്ചപ്പോണ്ട് എനിക്കാണെങ്കിൽ പറയുന്നത് പാതിയും കേൾക്കുന്നുമില്ല, കേൾക്കുന്ന തൊട്ട് മനസ്സിലാവുന്നുമില്ല. कर्नाटक का होगा. 3-3 हज़ार रुपया एक आदमी दिया कांग्रेस वाला. सब बोल रहे थे 3-3 हज़ार मिला इसलिए मैं वोट दिया कांग्रेस. हमारे वहाँ पे केरला में नहीं है ऐसा. ആര് പറഞ്ഞു? കേരളത്തിൽ ഇല്ലായിരുന്നു, പക്ഷേ ഇത്തവണ ചില ഗഡികൾക്ക് കിട്ടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്ത് പറയാൻ, അധികം കൊടുക്കുന്നതിന് മുമ്പ് നാട്ടുകാർ പൊക്കിയതുകൊണ്ട് സംഗതി അങ്ങോട്ട് പൊളിഞ്ഞു. എന്നാലും ഗോപി വരയ്ക്കേണ്ടവർ എന്നായാലും വരയ്ക്കുമെന്ന് ഒന്നുകൂടി തെളിയിച്ചു. ഒരുത്തൻ ആനയുടെ കാര്യം പറയുമ്പോൾ മറ്റവൻ ചേനയുടെ കാര്യം പറയുന്നു. ഇതിലും ഭേദം ഒന്നും മനസ്സിലാകാത്ത ഞാൻ തന്നെയാണ്. कांग्रेस जीते तो हर जगह तब कुछ हो सकता है. अब एक जगह जीत गया कांग्रेस तो वो कुछ नहीं करने को. तो भाजपा वाला क्या करेगा मालूम है? जो सुविधा है केंद्र का वो दबाए रहेगा. अच्छा. कांग्रेस वोट दिए है वो करेगा अपने मन को. अच्छा. അടിപൊളി. അതായത് മൂട്ടിക്കൂടെ പണിയുമെന്ന്. അതെന്തായാലും നന്നായി.
വയനാട്ടിലെ കാര്യത്തിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സേട്ടാ. ഇനിയും കാണാൻ പോകുന്നത് CID കളുടെ തന്തയാണ്. പുള്ളിയുടെ ഭാഷയിൽ CID का बाप. हमारे वहाँ तो वो क्या बोलते हैं कम्युनिस्ट गवर्नमेंट है. देखो भाई, हम कांग्रेस से नाराज काहे गए हैं. अच्छा. बम्बई में CID उतना न जानते हैं जितना हम जानेंगे. अच्छा. CID. हाँ, CID से हम बाप है. जितना बम्बई की जानी. अच्छा. जितना अभी आपकी उम्र कितनी है? अरे हमारा तो हम 2500 साल से है. 30. വിഷ്ണു ചോദിക്കുന്നുണ്ടൊന്നും അല്ല പുള്ളി ഉത്തരം പറയുന്നത്. എന്നാലും വിഷ്ണുവിന് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി. तो आपने तो बहुत सारे इलेक्शन देखे हैं. आपने तो मुंबई को इलेक्शन की बात नहीं है. मुंबई को बदलते हुए देखा होगा ना. ये कांग्रेस जो है पैसे के भूखा है. अच्छा. आप पैसा दो, कुछ भी लगाओ. अच्छा. ऐसे. हाँ. यार उसमें रावले वाला നമ്മൾ സ്പോൺസർ. और कांग्रेस जो है लूट घसूट ज़्यादा था. मर्डर कर दो, आधा मेरे दे पैसा, आधा क्या गया अभी. यहीं पे ये सीधा जाना है, हाँ. ये बाजू लोकल. हाँ. और मेन जाना है तो राइट. ओके. वो लास्ट है आज. हाँ. गेट से सीधा जाना, राइट में मेन है. गूगल पे कर सकते हैं. नहीं हम नहीं. Google- ये है छोटा वाला में. अच्छा 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 ठीक है. चोर बहुत है ना, सो जाओ तो मार देंगे. अच्छा. ऐसी हालत. यार हाँ. अब आप कहीं से आएगा तो इधर 5500 फाइन मार देंगे. हाँ. ओ. ऐसी दशा है. अच्छा. सब सही होगा. ठीक है. हाँ. ये वाले गलती करते हैं ना, अब इधर जाम कर देते हैं. अच्छा. फाइन मारता अच्छा है. ओ. देखो भाड़ा छोड़ा तो चला जाना चाहिए. हाँ. अब यहाँ जाम करके रखेंगे तो आपको फाइन मारेगा ना. अच्छा. 500 1500. तो गाड़ी आ रही है. चलो ठीक है. ठीक है. ഉറങ്ങിയാൽ മരിക്കുന്ന നാട് എന്ന തന്റെ സാക്ഷ്യപ്പെടുത്തൽ ഒരു സംശയമുണ്ടാക്കി. ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന്. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളെങ്കിലും വെറും 40 രൂപയ്ക്ക് ലോക്കൽ ടാക്സി എക്സ്പീരിയൻസ് ചെയ്ത് CSTയിൽ ഇറങ്ങി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. മുലുണ്ടിലേക്കാണ് യാത്ര. 1 മുതൽ 18 പ്ലാറ്റ്ഫോം വരെ 7 അങ്ങോട്ടുള്ളത്. നമുക്കിപ്പോൾ ലോക്കലിലാവുണ്ട്. ഇതാ 7 ഇങ്ങോട്ടുള്ളത്. നമ്മൾ രാവിലെ കണ്ടത് ആ സ്ഥലം തന്നെയാണിത്. നമുക്ക് എന്തായാലും തിരിച്ച് വണ്ടിയെ കയറുന്ന കാണിക്കാം. ഇപ്പോൾ ഹ്യൂജ് ഫീഡാണ്. സെൽഫ് ടിക്കറ്റിംഗ്, തന്നെത്താൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു വീണ്ടും കയറുകയാണ്. വിഷ്ണു ഇപ്പം ഭയങ്കര ഫാസ്റ്റായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ഫാസ്റ്റാണ്. പണി പാളി. എന്താ 1% ഉള്ളൂ. ഇപ്പോൾ തീരുമോ സുഹൃത്തുക്കളെ? യെസ്, പേയ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്ലീസ് കളക്ട് യുവർ ടിക്കറ്റ്. भाई मुलुंड जाएगा. मुलुंड അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ട്രെയിൻ ചാട്ട പോകും. ഞങ്ങൾ പോയിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ. മുലുണ്ട് സ്റ്റേഷനിൽ. മുലുണ്ട് അല്ലേ? മുലുണ്ട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ആ മറ്റേ ഇന്നലെ മേടിച്ച കടയിൽ കയറിയിട്ടേ ലൈം ടീ മേടിച്ച് കുടിച്ചാലോ? അത് നല്ലൊരു ഓപ്ഷനാണ്. അതൊരു പൊളി ഓപ്ഷനാണ്. ഇത് കൽക്കണ്ടമാണോ? പശുവൊക്കെ പ്രസവിക്കത്തില്ലയോ? ആ പശു പ്രസവിക്കുമ്പോൾ അത് ആദ്യത്തെ പാല് വരത്തില്ലേ കൊഴുപ്പുള്ള ആ സാധനം വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം അത്. അത് ശരിക്കും പറഞ്ഞാൽ ആ പാലെടുത്ത് കളയുന്നതല്ലേ? അത് ഇവരൊരു സാധനം ഉണ്ടാക്കിയത് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആ പാൽ ഉപയോഗിക്കത്തില്ല. ഇവിടെ ആ സാധനം ഇതെല്ലാം അതാണോ ഈ സാധനം? സുഹൃത്തുക്കളെ, അവൻ പറഞ്ഞ കറക്റ്റ് സാധനമാണ്. അത് തന്നെയാണിത്. നിറച്ച ഫ്രൂട്ട്സ്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. തിരിച്ചറിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടുത്തെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റുകൾ കണ്ടിട്ടാണ്. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിനടുത്ത് തന്നെയുള്ള നല്ല വൃത്തിയുള്ള ഒരു കോഫി ഷോപ്പാണ്. നല്ല സാധനവും നല്ല ഇടപിടിയിലും പെരുമാറ്റവും വൃത്തിയും കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ കയറിയിരുന്നു. വില ഒരല്പം കൂടുതലാണ്,
ഒരു ലൈം ടീക്ക് 20 രൂപയാണ് റേറ്റ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് മുറിയിലേക്ക് പോവുകയാണ്. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.